എന്റെ പ്രിയമുള്ളവരെ, റബീഉൽ അവ്വൽ 12ാമത്തെ ദിവസം കടന്നു വന്നു. സുബഹി നമസ്കാരത്തിന് പള്ളിയിൽ ബാങ്ക് വിളിച്ചു. എല്ലാവരും പള്ളിയിൽ വന്ന് നിസ്കരിക്കാൻ കൂടി. അല്ലാഹുവിന്റെ റസൂല് അതാ കിടന്ന കിടപ്പിൽ കടന്നുകൊണ്ട് പറയുന്നു, ആയിഷ കർട്ടനൊന്നു മാറ്റ ആയിഷ. ആയിഷ ബീവി റളിയല്ലാഹു തആല കർട്ടൻ മാറ്റുകയാ. അല്ലാഹുവിന്റെ പ്രവാചകൻ എല്ലാ സഹാബത്തിനെയും നോക്കുകയാണ്, എല്ലാവരുടെ നിസ്കാരം നോക്കുകയാണ്. അവസാനം അത്തഹിയ്യാത്തിൽ ഇരിക്കുമ്പോ അല്ലാഹുവിന്റെ റസൂൽ ആയിഷ ബീവിയോട് പറഞ്ഞു, കർട്ടനെ തിരിച്ചിട ആയിഷ. എന്റെ പ്രിയമുള്ളവരെ, വഫാത്തിന്റെ ദിവസമുണ്ടല്ലോ, റബീഉൽ അവ്വൽ 12 വീടിനകത്ത് ആയിഷ ബീവി റളിയല്ലാഹു തആല ഒരു സൈഡിൽ നിന്ന് കരയുകയാണ്. ഫാത്തിമ ബീവി റളിയല്ലാഹു തആല ഒരു സൈഡിൽ നിന്ന് കരയുകയോ. പ്രവാചകന് പെട്ടെന്ന് രോഗം കൂടിയിട്ട് റസൂലുള്ള തളർന്നു കിടക്കുകയാണ്. റബീഉൽ അവ്വൽ 12 ഉപ്പ മരിച്ചു. എന്നിട്ട് ഞാൻ എന്ത് ചെയ്യാണ്, റോഡിൽ ഡാൻസ് കളിക്കുക. എന്റെ കുട്ടി താളം വെട്ടി എല്ലാം പച്ചപ്പുറത്തും പോക്കറ്റ് എടുക്കില്ല. എന്നിട്ട് പൊറാട്ട ഇറച്ചിയൊക്കെ കൊടുക്കുക. അപ്പൊ നാട്ടുകാരെ എന്താ, ഒന്നുമില്ല, എന്റെ വാപ്പ മരിച്ചതിന്റെ സന്തോഷം എങ്ങനെ ഉണ്ടാവും നിങ്ങൾ ചിന്തിക്കണം കേട്ടോ. തലച്ചോറുള്ളോല് വിനീതമായി പറഞ്ഞോട്ടെ, നബിദിനം നടത്തുന്നവര് നിങ്ങളുടെ ആ റോഡിലെ പ്രകടനം നിങ്ങൾ എന്നെ ഇരുന്നൊന്ന് കാണാം, വലിയൊരു സ്ക്രീനിൽ ഇട്ടിട്ട് നിങ്ങൾ ചിന്തിക്കും, ഇതിന്റെ വാപ്പ മരിച്ച ദിവസം ഞാൻ ചെയ്യോ, നല്ലൊരു പോയിന്റ്. ഇതിന്റെ ഉപ്പ മരിച്ച ദിവസം ഞാൻ ചെയ്യുമോ, അങ്ങനെ ആലോചിക്കാം. അതായത് കാന്തപുര ഉസ്താദ് മരിച്ചാൽ ആ ദിവസം നിങ്ങൾ റോട്ടിൽ കോലം കാണിക്കുമോ? ഇല്ലെങ്കിൽ മുഹമ്മദ് നബി മരിച്ച റബീഉൽ അവ്വൽ 12 ഉറപ്പാ. നബി ജനിച്ച അതിനാണെന്ന് ഒരു ഉറപ്പില്ല, മരിച്ചത് അതാണെന്ന് ഉറപ്പാ. ആ മരിച്ച ദിവസം കോലത്തിൽ ആഘോഷിക്കാൻ കഴിയണമെങ്കിൽ ചില്ലറ കാഠിന്യം മതി ഹൃദയത്തിന്. സ്വന്തം വാപ്പ, ഒരു സഖാഫിയുടെ വാപ്പ മരിച്ച റോട്ടിൽ കുട്ടികളെ കൊണ്ട് ഇങ്ങനെ നടത്തുവോ? അത് മാത്രം ആവശ്യം മതി. നബിദിനം വേണോ വേണ്ടേ എന്നുള്ളേ. മരണത്തിന്റെ അവസാന സമയത്ത് ആയിഷ ബീവിന്റെ മടിത്തട്ടിൽ കടന്ന് റബീഉൽ അവ്വൽ 12 മരിക്കുന്നതിന്റെ മുമ്പ് ലാ ഇലാഹ ഇല്ലല്ലാഹ് ഇന്നലിൽ മൗതി സക്കറാത്ത്. മരണത്തിന് എന്തൊരു വല്ലാത്ത വേദനയാണ്. മരണത്തിന്റെ അസഹനീയമായ വേദനയെക്കുറിച്ച് പറയുന്ന ആ ളുഹാ സമയത്ത് നമ്മുടെ റോഡുകളിലൂടെ സന്തോഷത്തിന്റെ പാട്ടുപാടി നടക്കുന്ന ആ സമയമുണ്ടല്ലോ, ആ സമയത്താണ് നബി തങ്ങളുടെ മരണത്തിന്റെ സക്കറാത്തിന്റെ വേദന എന്ന് ചരിത്രം രേഖപ്പെടുത്തുന്നു.